ഇതൊക്കെ നിനക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഹായ് ഫാത്തിമ. ഹായ് ഫാത്തിമ. someone is joining guys. Hello. ആരാ? വൈറ്റ് ബോർഡോ? ഹലോ. മുഖം കാണിക്കാത്ത ആളോ? മുഖം കാണിക്കൂ ബ്രോ. പോയി പോയി പോയി. പേടിയാണോടാ? നെക്സ്റ്റ് പ്ലീസ്. ചേച്ചിമാര് ഒരു ഹായ് തരാമോന്ന്? ഹായ് ഹായ്. അപ്സര പോലെ. അപ്സര പൂരത്തിനും അല്ല പൂരം. റസ്മിന്റെ കല്യാണമായാൽ സീക്രട്ട് ഏജന്റ് മോനെ എന്റെ പറഞ്ഞു കൊടുക്ക് സായി ചേട്ടാ. റസ്മിന്റെ കല്യാണമായി. അതേ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കല്ലേ, അല്ലെങ്കിൽ ചിത്തപ്പേരാ മൊത്തത്തിൽ. കുറച്ച് ചിത്തപ്പേര് ഇരിക്കട്ടെ. മീറ്റിംഗ് തുടങ്ങാറായോ ഗൈസ്? തുടങ്ങാറേ. അപ്പൊ എനിക്ക് പോവാനായി, ഞാൻ പോയിട്ട് വരാം. നീ അടുത്ത ആൾക്കാരെ ആഡ് ചെയ്യും. എങ്ങനെ കട്ടാക്കണം? നീ കട്ടാക്കോ? അത് പറയില്ലേ ലൈഫ് കട്ടാക്കി. യോ ബൈ ബൈ ബൈ. പോയി ഗൈസ്, പോയി പോയി പോയി. ഒരു ഹായ് പറഞ്ഞൂടെ? ആരോട്? എന്നോടാണ് ഹായ്. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. ആർക്കാണ് ഇനി ലൈവിൽ ജോയിൻ ചെയ്യണ്ടേ പറയൂ. ജാസ്മിൻ ചേച്ചിനെ ആഡ് ചെയ്യാൻ ആള് തിരക്കിലാവും. ഞാൻ എന്റെ ലൈവിൽ വന്നവരൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തിരക്കിലുള്ളവരെ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ലേ? പാടൂ. പറ, നിങ്ങൾ പറ. അമ്മ എവിടെ? അമ്മ ഇവിടെ ഇല്ല. മിസ് ന്യൂ ഇയർ ഫൈറ്റ് ആണോ? എന്താ ചെയ്യാൻ? നന്ദുമ്മ പോയി. ആഡ് ജാസ്മിൻ. ദൈവമേ, ജാസ്മിൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാ പതൻ പോയ കിളവിന്ന് അങ്ങനെ പറയരുത്. നമ്മളങ്ങനെ നിങ്ങളും വയസ്സായി കഴിഞ്ഞാൽ കിളവിയാവില്ലേ? കിളവനാവില്ലേ? എല്ലാരും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അതൊന്നും പറയരുത് കേട്ടോ. നമ്മളിപ്പോ തമാശക്കാണെങ്കിൽ അങ്ങനെ വിളിക്കാം. ഇപ്പൊ സീരിയസ് ആവാൻ പാടുണ്ടോ? ഇല്ല. അമ്മയും അഞ്ജു ഒക്കെ ഇവിടെ. അഞ്ജു അവിടെ, അമ്മ ഇവിടെ ഇല്ല. സീക്രട്ട് അഞ്ജു കിത്തറേ ആരോ ലൈവിൽ വന്നിട്ട് പിള്ളേരെ മുഖം കാണിക്കുന്നു. കുട്ട ലൈവ് ഓഫ് ചെയ്തോടാ. ലൈവ് കാരണം എനിക്ക് കട്ടായി പോകുന്നു. മോളെ കുട്ട അന്ന് ഓഫ് ചെയ്യോ? ഫൈൽ റിമൂവ് ആവട്ടെ. റിമൂവ് ആവട്ടെ. സാഹചര്യം തിരക്കില്ലാന്ന് തോന്നുന്നുണ്ടടാ. നിങ്ങൾ വലിയ സെലിബ്രിറ്റി. എക്സ്ക്യൂസ് മീ സീക്രട്ട് ഏജന്റ്, നിങ്ങളെ ഏഡാക്കാൻ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഫാൻസിന് നിങ്ങൾ ഞാനൊന്ന് ഏഡാക്കാം. നിങ്ങളെ ഏഡാക്കാൻ പറ്റുള്ളല്ലോ മനുഷ്യ. എന്റെ നെയിം ഒന്ന് വിളിക്കോ? ആരുടെ നെയിം വിളിക്കണ്ടേ? ആ പേര് വിളിക്കണ ആളുടെ പേരാണ് മുകളിലേക്ക് പോയി. ചേച്ചി ഒന്നുകൂടി വിളിക്കട്ടെ, ഒന്നുകൂടി പറയണേ പ്ലീസ്. വർഷ എന്താ പേര്? അപ്പോഴേക്കും പേര് പോവാ. സീക്രട്ട് ഏജന്റ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പ്രശസ്ത വ്ളോഗർ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ, അതുപോലെ തന്നെ എയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സീക്രട്ട്. എന്താണ് പ്രശ്നം? എന്താണ് വിഷയം? പറയാം. എന്താണ് പ്രശ്നം? നിങ്ങളുടെ നന്ദനസിക്ക് ഫാൻസ് ഇല്ലേ? അതാണോ പ്രശ്നം? കേരളത്തിൽ നന്ദനസിക്ക് ഫാൻസ് ഇല്ല. അത് ഈ ഒപ്പിയെടുത്ത് കേരളത്തിലെ എല്ലാ ആങ്ങളമാരും ഈ തീരുമാനമാക്കിയിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ പണി. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പണിയൊന്നും കിട്ടുന്നില്ല, ജോബൊന്നും ഇല്ല എന്ന് പറയുന്നത്. വാറ്റി ചാരായം കുടിച്ചാണ് ജീവിക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാനേ ഒന്നുകൂടി ഒന്ന് കട്ടാക്കി കയറാം. എനിക്ക് ക്ലിയർ ഇല്ല, എനിക്ക് കമന്റ് വരുന്നില്ല.
സിജോ ആഡ് സിജോ ചേട്ടനെ ആഡ് ചെയ്യാനായിട്ട് വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് സുഖം. നിങ്ങൾ സിജോ ചേട്ടനെ വിളിക്കുന്നു. കേരള സിജോ ചേട്ടനെ അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ. ഫുൾ ടൈം കാറിലാണല്ലോ. ഞാൻ ഫുൾ ടൈം കാറിനകത്തല്ലേ? കമന്റ് ഇട്ടോ ഫുൾ ടൈം മറ്റേനകത്തായിരിക്കും. ബ്ലഡി ഫുൾ ഐ മീൻ ബാർ. ഞാൻ ഇപ്പൊ ബാറിന്റെ അവിടെ നിന്നത്. ഇതാ നിങ്ങൾ എവിടേക്ക് പോണേ? എവിടേക്ക് പോണ? പണ്ടത്തെ സീക്രട്ട് ഏജന്റ് ഇപ്പൊ മുഖമൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കയറ്റി വെച്ച് നെറ്റിയൊക്കെ കേറിയിട്ട് മറ്റേ സാധനമാണ്. പെട്ട വന്നാലും കുഴപ്പം. ഞാൻ അവിടെ മുടി വെക്കും. പെട്ടക്ക് എന്താ കുഴപ്പം? പെട്ടക്ക് എന്താ പ്രശ്നം? പെട്ടക്ക് എന്താ കുഴപ്പം? എന്റെ ഏട്ടന് പെട്ടില്ല. പിന്നെ എന്റെ ഏട്ടൻ മറ്റേ മുടി സ്ട്രൈറ്റ് ചെയ്ത ഫോട്ടോ വീഡിയോ ഞാൻ നല്ല സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരും എനിക്ക് അറിയായിരുന്നു. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. സായി ചേട്ടോന്ന് സീക്രട്ട് ഫാൻ. ഓ സീക്രട്ട് ഏജന്റ് ഫാൻ. എന്താ ചെയ്യാ? മക്കളെ ഞാൻ അറിയാതെ ഈ ലൈവില് വഴിപോക്കനായിട്ട് കയറിയതാണ്. ഇന്നെ വലിച്ചു കയറ്റിയതാണ് ഈ ഒരു പെണ്ണും പിള്ള. എനിക്ക് അറിയാൻ പാടില്ല. വയസ്സായി സത്യം. 30+ ആയി വയസ്സല്ലേ. അണ്ണ അബൌട്ട് കേസിയെ കേരള കൊട്ടേഷൻ ഗ്യാങ് എന്നെ അവർ ബാൻ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ ഒന്നും ഞാൻ മിണ്ടുന്നില്ല. ഐ വിൽ കം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 22 പരിപാടി പറഞ്ഞോട്ട് ഞാനോ 22 മണിയായിട്ടില്ല. റിവീൽ ചെയ്യാനായിട്ടില്ല. എടി ഞാൻ ഗ്രൗണ്ടിൽ പോവാ. പോണ പോക്കിനാ. ഞാന് പോയി പ്രവീണും ചിത്തുവാനും എടുക്കട്ടെ. എന്നിട്ട് ഞാൻ പിന്നെ വരാം. ഇവിടെ അധികം നേരം നിർത്താൻ പറ്റില്ല. നാട്ടിൽ അല്ലെങ്കിൽ എനിക്ക് ചീത്തപ്പേരാ. അപ്പുറത്ത് ബാറും ഇപ്പുറത്ത് ബിയോറേജും ആണ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റ് പോയിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടോ? ന്യൂസ് ഉണ്ടോ? ഇല്ല. നന്ദന ചേച്ചി പോകുവാണോ? നന്ദന ചേച്ചിയും പോകുവാണോ? പോകണില്ല. കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പോകും. ഞാൻ ചുമ്മാ ലൈലുണ്ടാ. പാടാത്ത പാട്ടിനീളമാ ചൂടാത്ത പൂവിൻ. ആരൊക്കെയോ മലയാളികളൊന്നുമില്ല. മൂന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞ. പ്ലീസ് ആഡ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യൂ ചേട്ടാ. അപ്പൊ ഞാൻ ആഡ് ചെയ്യാം. പ്ലീസ് നന്ദു ചേച്ചി ഫോളോ. നന്ദു ചേച്ചി ഫോളോ ചെയ്യാനോ? ചേച്ചി ഒന്ന് വിളിക്ക്. ആരെ വിളിക്കണ്ടേ? ഈടാ ആരെ വിളിക്കണേ? നന്ദു ആഡാക്കോ? മലയാളിയാണല്ലേ? എന്നാ ഞാൻ ആഡാക്കാം. ചേച്ചി കല്യാണം എന്നാ? ഇപ്പൊ ഒന്നും ഇല്ലടാ കല്യാണം. കുറച്ച് കഴിഞ്ഞിട്ട്. ഹായ് ചേച്ചി. പാട്ട് വേണോ? ഞാൻ പാടും. പാടാത്ത പൂവിൻ പാടാന്നറിയുന്ന ഞാൻ പാടും. ഹലോ മുഖം കാണിക്കാത്ത ചേട്ടനാണല്ലോ. ഹലോ ഹായ്. അയ്യോ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ചേട്ടന് റേഞ്ച് കുറവുണ്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഞാൻ ചോദിച്ചോക്കട്ടെ. അല്ല താഴെ ഇരുന്നപ്പോ കാണാറുണ്ട്. ബ്ലാക്ക് ആയിട്ടിരിക്കും. അത് ഈ ഇൻസ്റ്റയുടെ പ്രശ്നമാണ്. ലൈവിൽ വരും. അതായിരിക്കും ചിലപ്പോ. ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കി നോക്ക് ചേട്ടാ. റിമൂവ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ ആഡ് ആക്കാം. ആഡ് ആക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ ചേട്ടൻ എന്തോ ബ്ലാക്ക് എന്നെ കാണില്ലേ തോന്നുന്നുണ്ട്. ഇത്ര നേരം എന്നെ കാണില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്കെല്ലാവരെയും കാണാം. രണ്ടുപേരും കാണാന്ന്. പോടാ പട്ടീനോ? ആരെയാണ് പോടാ പട്ടീന്ന് വിളിക്കുന്നത്? ആ ചേട്ടൻ പിന്നെ ആ വഴിക്ക് പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ നന്ദി ചേച്ചി എന്റെ പേരൊന്ന് പറയോ പ്ലീസ്? അത്ര വലിയ ഫാനാണ്. ഏഞ്ചൽ കുട്ട കുക്കു ഹായ്ഡാ. ചേച്ചി ഹിന്ദി തമിഴൊക്കെ ആണെങ്കിൽ തമിഴ് പിന്നെയും ബെസാ. ഹിന്ദി കൊഞ്ചൊക്കെ മറ്റേ ഹിന്ദി തോടാ. ചേച്ചി ഹായ്. കാണാം. ഓക്കെ കാണുന്നുണ്ടല്ലേ? ആ ചേട്ടൻ പക്ഷെ ആ വഴിക്ക് പോയി തോന്നുന്നുണ്ട്. ഹായ് ചേച്ചി ഒരു ഹായ് തരുമോ? അർജുൻ മോൻ ലൈവിലുണ്ടായിരുന്നല്ലോ. എവിടെ നിങ്ങള്? ചേച്ചി ഏടാക്ക്. ഓക്കേടാ ഇപ്പൊ ഏടാക്കാട്ടോ. ഡിക്ലൈൻ ചെയ്തോ? ആരൊക്കെ അറിയില്ല. ലൈവിൽ വരാണ്ട് വന്നു കഴിഞ്ഞാ ആരെ ഏടാക്കാൻ പറഞ്ഞോളൂ. ഇപ്പൊ ആരാ ഇപ്പൊ പേര് ഞാൻ മറന്നു. ഏടാക്കാൻ പറഞ്ഞിട്ട്
പോകുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ ഫ്രം മഞ്ചേരി. ശ്രീതു ചേച്ചീനെ ആഡാനായിട്ട് ആ ചേച്ചി ഇവിടെ ഇല്ലല്ലോ അവിടെ കുട്ടാ. ഇവരിപ്പോ തിരക്കിലാവില്ല ആൾക്കാരൊക്കെ. ഉണ്ടെങ്കിൽ അവർ ലൈവിൽ വന്നേനെ. ചേച്ചി ഹായ്. ഹായ് ശ്രീതു ചേച്ചിനെ ആഡാക്കോ? ചേച്ചി എന്നെ ഫോളോ ചെയ്യൂ. എല്ലാരും ഫോളോ ചെയ്യാടാ. ചേച്ചി കുട്ടി എന്റെ നെയിം ഒന്ന് പറയൂ. അനു കൃഷ്ണ ഹായ്ഡാ. ചേച്ചി ഒരു ഹായ് പറഞ്ഞില്ല. ഹായ് രേവതി കുട്ടി ഹായ്. ഹായ് നന്ദന ആന്റി. ഹായ് അങ്കിൾ സുഖാണോ? നമ്മളെ മൈൻഡാക്കുന്നില്ല. കുറുപ്പോ? ചേച്ചി ഒരു ഹായ് തരും. അർജുൻ ചേട്ടാ മതി നിങ്ങൾ പൊക്കോടുന്നു. നന്ദു പൊളി ഏടാക്കോ രാഹുൽ അർജുൻ ആഡ്. ഈ അർജുനും ശ്രീധുനും ജാസ്മിനൊക്കെ ഏടാക്കാൻ പറഞ്ഞ ഞാൻ അവരെ എവിടെ നിന്ന് വിളിച്ചോണ്ടിരാനാ? ആറെന്ന റിവീൽ ചെയ്യുക. ചേച്ചിയുടെ ആറെന്ന റിവീൽ. ചേച്ചിയുടെ 6 റിവീൽ ചെയ്യും. ചേച്ചി തലകുത്തി നിൽക്കുവോ? ചേച്ചി തലകുത്തി നിൽക്കാം. അർജുൻ ചേട്ടൻ തലകുത്തി നിൽക്കുകയാണെങ്കിൽ ഞാൻ തലകുത്തി നിൽക്കാം. ഇപ്പൊ ഞാൻ 6 റിവീൽ ആക്കില്ല. ഞാൻ റിവീൽ ആക്കുന്ന സമയത്ത് ഞാൻ റിവീൽ ആക്കും. സമയത്ത് വെയിറ്റ് ചെയ്യില്ലേ? വെയിറ്റ് അടുത്തൊന്നും കഴിഞ്ഞിട്ടില്ല. ചേച്ചി റോഡിൽ കൂടെ ഓടുമോ? ഗൈസ് ഈ അർജുനെ ഞാനിന്ന് വെട്ടിക്കൊല്ലും. എന്റെ നെയിം വിളിച്ചില്ല. ആരുടെ നെയിം? അയ്യോ മോളെ നെയിം കൂടെ ടൈപ്പ് ചെയ്തയക്കട്ടെ. അപ്പൊ ഞാൻ വിളിക്കാം. ഇതിൽ ടൈപ്പ് ചെയ്തയക്കുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. ബിഗ് ബോസ് ഫസ്റ്റ് കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ജിജി ഇപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു കുട്ടാ. സൈഡിൻ സ്നേഹ സായിച്ചേട്ടൻ ഇപ്പൊ തന്നെ പോയുള്ളൂ. സ്നേഹിച്ച് ചിലപ്പോ കമ്പ്യൂട്ടറിന് പോകും. ലാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഹലോ ഹായ്. അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ ചുമ്മാ ലൈവിൽ വന്നതാ. പോട്ടെ ബൈ.